ഹലോ ഗായ്സ്, ഉച്ചയാക്കിയാച്ചിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, എന്ത് മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഒരു മലയുടെ മണ്ടയ്ക്കാണ്. ഞാൻ ക്യാമ്പിങ്ങിന് വന്നിരുന്നില്ല. അതായത് നമ്മളിവിടെ വരാൻ കാരണം ഒരു BMW M3 GTR ഇവിടെ എവിടെയോ ഇടിച്ച് കിടപ്പുണ്ട്. അത് നമ്മുടെ വണ്ടി തന്നെ ആയിരുന്നു. എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ഓഫ് റോഡ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി ഈ മലയിലൂടെ വന്നപ്പോൾ ഏതോ കാട്ടിയിടിച്ച് കയറ്റി. പിന്നെ വേറെ ഏതോ പോലീസൊക്കെ വന്ന് സീനാക്കി എവിടെയോ ഉണ്ട് കിടത്തിയേക്കാണ്. അപ്പോൾ നമ്മളെ സിദ്ധപ്പനെ വിളിച്ചപ്പോൾ സിദ്ധപ്പൻ പറഞ്ഞ് ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ്. ഏതോ മലയുടെ മണ്ടയ്ക്കോ കാട്ടില്ല മരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എവിടെങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞ്. കൊള്ളാമല്ലോ ഈ സ്ഥലം എന്തായാലും. അല്ല, ഇപ്പോൾ ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ വന്ന് തുടങ്ങി. ഞാൻ ഇവിടെ വന്നപ്പോൾ ക്യാമ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യുക. അതല്ലേടാ വണ്ടി, അതല്ലേ M3 GTR അതല്ലേ വണ്ടി. ആടാ വീണ്ടാ എൻ്റെ പൊന്നേടോ, ഈ വണ്ടിയുടെ അവസ്ഥ നോക്കി. ഇവിടെ കിടന്ന് ഇതുവഴിയില്ലേ ഞാൻ വന്നു, പക്ഷെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇവിടെ വണ്ടി ഇതോടെ വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കുന്നത് താറാവിൻ്റെ ചുണ്ട് പോയിരിക്കുന്നതാ. എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. എൻ്റെ M3 GTR എന്നൊക്കെ സ്റ്റിക്കർ അടിച്ച ഭാഗം വരെ പൊളിഞ്ഞു പോയി, ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടി. മൊത്തത്തിൽ വണ്ടി പണി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഇരിക്കുന്നുണ്ട്, കാണുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നടാ. ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പം തന്നെ വേണ്ട. ഓക്കെ, കയറി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ട് കിടക്കുന്നതാടാ. ഹാൻഡ് ബ്രേക്ക് ടേൺ ഓൺ ദ എൻജിൻ. ഓക്കെ, കിടില മോനെ. ആ ശബ്ദം അതൊരു വല്ലാത്ത ഇതാ. നമുക്ക് വണ്ടി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ എടുക്കും? നമ്മുടെ വണ്ടി നമ്മൾ എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കറിയത്തില്ല. ഈ വണ്ടി എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഡ്രിഫ്റ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, കൊള്ളാം എന്തായാലും. നമുക്ക് നേരെ നമ്മുടെ സിദ്ധപ്പൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വിടാം. നമുക്ക് പയ്യെ അങ്ങോട്ട് ഇറക്കാം. വണ്ടി മിക്കവാറും സ്കിഡായി പോകും കേട്ടോ, കാരണം അമ്മായൊരു പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ വണ്ടി ചേരാൻ എടുക്കാൻ സീനല്ലേ. നമ്മൾ കൊണ്ടേ സീന, നമ്മൾ പ്രൊഫഷണലാ അല്ലേ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടി കേട്ടാ. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നില്ല ഗൈസ്, കഷ്ടമുണ്ട്. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ മതിയാകും എനിക്ക് വലിയ നിലയിലെത്താൻ. നമ്മൾ അടുത്തതായി നമ്മൾ കിലോ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. ഗൈസ്, എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് എനിക്കിപ്പോൾ വെറും 69 സബ്സ്ക്രൈബേഴ്സിനുണ്ട്. അത് കൊണ്ടുവന്നത് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, എനിക്കറിയാം. നിങ്ങൾ എന്നെ പറ്റുന്ന അത്രയും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഗൈസ്, നിങ്ങൾ കഷ്ടമുണ്ട് ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഗൈസ്, നമുക്ക് നമ്മുടെ വണ്ടി നേരെ സിദ്ധപ്പൻ്റെ വർഷത്തോട്ട് വിടാം. ഇവിടെ നല്ല ദൂരമുണ്ട്. ഞാനാണെങ്കിൽ കൊടുത്തേക്കാന്നല്ലോ, അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകണം. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിടാം. വണ്ടി സ്കിഡാവുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെയ്യണം. ഈ സ്കിഡായി പോട്ടോ. നമ്മൾ ഈ വണ്ടി നല്ല കിടിലനായിട്ട് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. എന്ന് വെച്ചാൽ നല്ല കിടിലനായിരിക്കും. സ്പീഡുണ്ടോ ഒറ്റയടിക്ക് 140 150+ കയറിയടാ. ഈ വണ്ടി ഇല്ലീഗൽ ആകുന്ന കാര്യം എന്താ അറിയാമോ? ഇത് തന്നെ
നമ്മൾ ചില ക്രൂര പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ വക കാര്യങ്ങൾ, അതായത് നമ്മൾ പോലീസ് വണ്ടി പിടിക്കാൻ വേണ്ടി ടോളൊക്കെ മറികടന്ന് വരും. അതുകൊണ്ട് തന്നെ വണ്ടി ഇതുപോലെ ഓഫ് റോഡിങ്ങിന് കൊണ്ടുവന്ന് നമ്മൾ വണ്ടി നമ്മൾ തന്നെ വണ്ടിക്ക് സൗണ്ടൊക്കെ ഇടാണ്. വണ്ടിക്ക് ഓൾറെഡി സൗണ്ട് ഉണ്ട്. വണ്ടി പറത്താം. ഇയാളെ കൊണ്ട് ഞാൻ സിദ്ധപ്പൻ്റെ വർക്ക്ഷോപ്പ് വരെ പോകണം. നമുക്ക് വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് വിടാം. പോലീസ് അങ്ങനെ കണ്ട പിടിയും വലിയൊരു വണ്ടിയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങോട്ട് വിടാം. പറഞ്ഞു വെച്ചാൽ വണ്ടി കറക്റ്റായിട്ട് ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ വണ്ടി ഓണായി. സ്റ്റാർട്ടിങ് തന്നെ വണ്ടി ഓണായി. ഇവിടെ ടോളുണ്ട്, വെട്ടി അടക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഇവിടെ ഗ്ലിച്ചടിക്കുന്നത് ഇത്ര ഗ്ലിച്ചടിച്ചാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ടോൾ ഡെവലിൽ കൂടെ തന്നെ പോകണം. ടോൾ ഡെവലിൽ കൂടെ തന്നെ പോകണമെന്നായിരിക്കും. 55 രൂപ വീണ്ടും കളയാം. പോട്ടെ, എന്തായാലും ആവാം. സോ ഇവിടെ അടുത്തൊക്കെ വർഷമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറാത്തതെന്ന് വെച്ചാൽ അമ്മ നല്ലോണം പണിയത്തില്ല ഗൈസ്. എടാ കൺട്രോൾ ഇല്ലാത്തതൊന്ന് വാങ്ങിച്ചു വണ്ടി എൻ്റെ ചെയ്യുന്നു. സോ ഗൈസ്, നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും കഴിഞ്ഞില്ല. അവൻ്റെ പുതിയ കടയാക്കി ഗൈസ്, അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ എങ്ങോട്ടാണെന്നാണ് പറഞ്ഞത്. എവിടെയാണ് ഗൈസ്? മറ്റുള്ള കട ഞാൻ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ അവന്മാർ നല്ലോണം പണിയത്തില്ല ഗൈസ്. പുഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ പണി ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ ഗ്യാസ്. ഞാൻ സിദ്ധപ്പനെ വിളിച്ചപ്പോൾ സിദ്ധപ്പൻ പറഞ്ഞത് ഇവിടെ ആയിട്ടാണെന്നാണ്. അതെ, ഇവിടെ ഇവിടുന്ന് നമുക്ക് നേരോണ്ട് കയറ്റാം. നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കൊക്കെ എടുക്കാം. നമുക്ക് അയ്യോ ഇടിച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ച് കുഴപ്പമില്ല. സാധനം വിളിച്ചപ്പോൾ പറഞ്ഞതേ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ. ഇത് ഇവിടെ ഉണ്ടെന്നാണേ. സോ നമുക്ക് കയറി കയറാം. ഓക്കെ, ഗായ്സ്, അപ്പോൾ ഇന്ന് 2 ദിവസം കഴിഞ്ഞു. നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ടെന്നാണ് സിദ്ധപ്പൻ പറഞ്ഞത്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ, രാത്രിയായി. ആ വണ്ടി നല്ലോണം പണിയിട്ടുണ്ടായി. എടാ വണ്ടി ഞാൻ പറഞ്ഞ പോലെ അല്ലേ പണിയടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മമാർ പണിഞ്ഞാട്ടാ. ശേതാ ഇത് സ്റ്റൂബ് ലൈറ്റൊക്കെ വെച്ച് സെറ്റ്. അല്ല, അമ്മമാരെല്ലാം പണിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനാണ് പണിഞ്ഞത്. പകുതി പണി ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ ബാക്കി കുറച്ച് ഭാഗമൊക്കെ അമ്മമാർ ചെയ്ത്. സോ എന്നാലും നല്ല കിടുക്കനായിട്ടുണ്ടല്ലേ നമ്മളെ വണ്ടി. കുറച്ച് പണി ഞാൻ ചെയ്തുള്ളൂ, ബാക്കി ഫിനിഷിങ് അല്ലേ അമ്മമാർ ചെയ്ത്. എന്നാലും നല്ല കിടുക്കനായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ് ഈ ഒരു സംഭവത്തിൽ. സോ വണ്ടി അകത്തോട്ടൊന്ന് കയറാം. സോ ഗൈസ്, കിടിലം കേട്ടാ, നമ്മുടെ വണ്ടി കിടിലാക്കിയിട്ടുണ്ട്. സോ നമുക്കൊന്ന് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യാം. ഉയ്യോ ശബ്ദം ഏതാ. സോ ഗൈസ്, നമുക്ക് നേരെ എടുക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം ഉണ്ടല്ലോ, കിടുക്കനായിരുന്നു കേട്ടോ. സോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഈ ഒരു സംഭവം. നല്ലോണം ഇഷ്ടപ്പെട്ട് കിടുക്കനായിട്ട് തന്നെ അമ്മമാർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റൂബ് ലൈറ്റൊക്കെ നല്ല കിടിലനായിട്ട് തന്നെ അമ്മമാർ വെച്ചിട്ടുണ്ട്. നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഏതാ സീൻ, പഴയത് മറ്റേ തുരുമ്പടിച്ച നമ്പർ പ്ലേറ്റ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നല്ല കിടുക്കൻ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ വണ്ടി വെച്ച് കുറച്ച് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുമോ നോക്കാം. ഇടിക്കാതെ നമുക്ക് പയ്യെ ഇറക്കാം. അങ്ങനെ കിടിലം കേട്ടോ. BMW M3 GTR നമ്മുടെ റിയൽ വണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്.
6,000 രൂപ എടുത്തേക്കാം. ഓക്കെ, നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് ഡ്രിഫ്റ്റ് അടിക്കാം. കയറി വന്നിരുന്ന് ഡ്രിഫ്റ്റ് അടിച്ച് നോക്കാം. വണ്ടി ഡ്രിഫ്റ്റ് ആയിരിക്കുമല്ലേ? BMW അല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രണ്ട് ഈ ഡ്രിഫ്റ്റിംഗ് എന്നൊക്കെ എഴുതിയിട്ടുള്ളേ, പിന്നെ ഡ്രിഫ്റ്റ് അടിക്കണ്ടേ? ഏതായാലും നല്ല കിടില ലുക്കല്ലേ ഇത്. നോക്കിയേ, ആ കണ്ണ് കണ്ട, അതാണ് നമ്മൾ ഞെട്ടിപ്പോ. ഒരു എന്താ എനിക്ക് പറയാനേ അറിയത്തില്ല. ഓൾറെഡി ഞാൻ BMW ഫാനാണ്. സോ ഗൈസ്, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് BMWയുടെ ഏതാണ്? BMW കമ്പനിയിലെ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാട്ടോ. സോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് BMW M4 കോമ്പറ്റീഷനാണ്. ബാക്കി BMW ഇഷ്ടമാണ്, അതിൽ ഏറ്റവും ഇഷ്ടം M4 കോമ്പറ്റീഷനാണ്. സോ പക്ഷെ എനിക്ക് ആ വണ്ടിനകത്ത് എടുക്കണം എന്നുണ്ട്. പക്ഷെ ഭയങ്കര പാടാണ് എടുക്കാനൊക്കെ, നല്ല പൈസയാവും. സോ ഫ്രണ്ട് ഡ്രിഫ്റ്റിംഗ് എന്നൊക്കെ എഴുതിയില്ലേ, അപ്പോൾ നമുക്കൊന്ന് ഡ്രിഫ്റ്റ് അടിച്ചാലാ? അടിയടി ഏതാ? ഓ ശരി, ചെറുകിടന്ന് പാളിപ്പോയിട്ടോ. കടിക്കാം. അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഡ്രിഫ്റ്റ് നല്ല കിടുക്കനായിട്ട് അടിക്കും. BMW കഴിഞ്ഞിട്ടുള്ളൂ ഡ്രിഫ്റ്റ്. ബാക്കി ഇടിച്ചിരിക്കും. സോ നമുക്ക് നേരെ ഇതിൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഗൈസ്, വേറെ കാര്യം പറയാൻ മറന്നുപോയി. അതായത് എനിക്ക് ഈ വണ്ടി ഓടിച്ച് വലിയ ശീലമില്ലാത്തതുകൊണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് തട്ടുമുട്ടൊക്കെ ചെയ്യും. നമുക്ക് റിപ്പയർ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറയാൻ പറ്റിയ കാര്യം, ഈ സ്പോയിലറും അതിൻ്റെ പുറകിലത്തെ ഹുഡല്ലല്ലോ, ഡിക്കിയൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ സ്പോയിലറും ഡിക്കിയും അതിൻ്റെ റൂഫും എല്ലാം കാർബൺ ഫൈബറാണ് ഗൈസ്. സോ അത് കാരണം നമ്മുടെ വണ്ടിയുടെ വെയിറ്റും കുറയും, എന്നാൽ പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കും വണ്ടി. നമുക്ക് ഇവിടുന്ന് വിട്ടാൽ ആക്സിലേറ്റർ ഒന്ന് ചവിട്ടി കൊടുത്തപ്പോൾ തന്നെ 150ൻ്റെ മണ്ട കയറി. സോ എടാ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വാളയടാ, എന്ത് വാടാ ഇത്? ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വാളയത്തുമില്ല. മനുഷ്യൻ്റെ ചുമ്മാനെ കൊടുക്കാനുണ്ട്. സ്പീഡ് കയറി വന്ന വണ്ടിയാണ്, അതിനെ കൊണ്ട് നശിപ്പിച്ചു. നമുക്ക് നേരെ നമുക്ക് വിടാം. ഇവിടെ അടുത്ത് പെട്രോൾ പമ്പുണ്ട്, അവിടെ കയറി പെട്രോൾ അടിക്കാം. നല്ല കിടിലം വണ്ടി. ഏതാ വണ്ടിയുടെ ലുക്ക്, ഒന്നും പറയില്ല. സോ നമുക്ക് എവിടെയാണ് പെട്രോൾ പമ്പ്, അവിടെ ആയിരുന്നു എൻട്രൻസ്. അറിയാതെ ഇവിടെ കയറേണ്ടി വന്നു. സോ കുഴപ്പമില്ല, ഇവിടെ കയറാം. വണ്ടി നമുക്ക് ഫ്യൂൽ ചെയ്യാം. ഹാഫ് ടാങ്കേ ഉള്ളൂ. എനിക്ക് BMW എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഫ്യൂൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എനിക്ക് ഫുൾ ടാങ്കിൽ കിടക്കണം എപ്പോഴും വണ്ടിയിൽ. സോ നമുക്ക് ഫ്യൂൽ ചെയ്യാം. പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കൊള്ളത്തില്ലല്ലേ? ഇതിൻ്റെ റിയൽ ഭംഗി അറിയാൻ നമുക്ക് രാവിലെ ആക്കിയിട്ട് വരാം. ഓക്കെ, സോ നമുക്ക് രാവിലെ ആക്കാം. രാവിലെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. ഞാൻ വണ്ടിയെ തന്നെ ആണെന്ന് ഉറങ്ങി കേട്ടോ. സോ ഇപ്പോൾ ടാങ്ക് ഫുള്ളാണ്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഞാൻ ക്യാമറയിൽ നിന്ന് തിരിച്ച് കാണിച്ചു തരാം. ടടാ, കണ്ടില്ലേ? ഏതാ ആ സ്റ്റോവ് ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി. ഇപ്പം നമ്മളെ സ്പോയിലറിലെ ആ ഒരു കാർബൺ ഫൈബറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ കമൻ്റ് അടി കേട്ടോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഏത് കൊണ്ടുവരണമെന്ന് പറ. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം സിവിക്ക് കൊണ്ടുവരാം അല്ലേ? സിവിക്ക് കൊണ്ടുവരാം നമുക്ക്, എന്നിട്ട് മോഡിഫൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാന്ന് പറഞ്ഞേക്കും. സോ നമ്മൾ ആ ഒരു ഫുട്ബോൾ പ്ലെയറിനെ പോലത്തെ വണ്ടി ഇറക്കാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ സിവിക്ക് കൊണ്ടുവരും. CR7 ഒരു കിടിലെന്ന് പറയാം, കിടിലൻ ഒരു വണ്ടിയാണ് സിവിക്കാക്കും. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ CR7 ആണ്. ഞാൻ ഐസെറ്റ് എടുത്ത് ഇവിടുന്ന് കൊള്ളാം ഇവിടെ കൂടി. ഇവിടുന്ന് വണ്ടി ഇറങ്ങുന്നില്ല. നമ്മുടെ വണ്ടി നമ്മൾ ഗ്യാരേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി ഭാഗമൊക്കെ കട്ടായിപ്പോയി കേട്ടോ. എങ്ങനെയോ വീഡിയോ എടുത്ത് കട്ടായിപ്പോയി. സോ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ വണ്ടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ. എൻ്റെ കാഴ്ചപ്പാടിൽ കിടിലൻ വണ്ടിയാണ്, ഓടിക്കാൻ നല്ല രസമാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. ബൈ. അതിന് മുന്നേ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.